ഹലോ, വെൽക്കം ബാക്ക് ടു അനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കട്ട്ലറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് ബീഫ് കട്ട്ലറ്റിനുള്ള മസാലേൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനൊരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായാൽ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് നമ്മൾ നല്ല പോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് 3 സവോള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണയിലിട്ട് സവോള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബീഫ് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് സ്മാഷ്ഡ് പൊട്ടാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആണ്. 2 വലിയ പൊട്ടാറ്റോസ് നമ്മൾ സ്മാഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ റസ്ക് പൗഡറിലോ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ റസ്ക് പൗഡറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായാൽ നമുക്കിതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ കോരിയെടുക്കാം. ബിക്കോസ് ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.